കൃപയുടെ വഴിയിലൂടെ ദൈവം കൈപിടിച്ച് നടത്തുന്ന മാനന്തവാടി രൂപതയിലെ സെയിന്റ് ഫ്രാൻസിസ് ഓഫ് അസീസി ചർച്ച് മീനങ്ങാടി ഇടവകാംഗങ്ങളായ വട്ടക്കോട്ടയിൽ ജെയ്സന്റെയും നീമയുടെയും 7 മക്കളുടെയും ജീവിതത്തിലേക്ക് നമുക്കൊരുമിച്ച് യാത്ര ചെയ്യാം. ഒൻപത് മക്കളാണ് ശരിക്കും ഞങ്ങൾക്ക് ഉണ്ടാവേണ്ടിയിരുന്നത്. അതിൽ 2 മക്കൾ ഇപ്പോൾ ഭൂമിയിലില്ല. കുഞ്ഞുങ്ങളെ ചെറുപ്പകാലം തൊട്ട് വിശുദ്ധ ബലിയോട് ചേർത്ത് വളർത്തുക എന്നുള്ള ഒരു കാര്യം ഞങ്ങൾ ആദ്യം തീരുമാനിച്ചതാണ്. ഡെലിവറീൻ്റെ സമയത്തൊക്കെ ആണെങ്കിലും ആ റൂമിൽ ശാലോം ടി വി തന്നെയാണ് വെപ്പിച്ച് ആ ഡോക്ടർ പ്രത്യേകം ഒരുക്കുന്നതൊക്കെ. ഞങ്ങൾക്ക് 7 മക്കളായിട്ടൊക്കെ ഞങ്ങളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ പല വിധത്തിലും എന്താ പറയുക, പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടുള്ള റെസ്പോൺസുകളൊക്കെ പലപ്പോഴും അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. ദൈവത്തിൻ്റെ കരവേലയാണ് നിങ്ങൾ. ദൈവം ചെയ്യാൻ വേണ്ടി മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവൃത്തികൾ ചെയ്യാൻ യേശുക്രിസ്തു സൃഷ്ടിക്കപ്പെട്ടവരാണ്. എൻ്റെ പേര് ജെയ്സൺ ജോൺ. ഞാൻ സെൻറ്റ് ജോസഫ് ദേവഗിരി ഇടവകാംഗമാണ്. ഇപ്പോൾ നിലവിൽ മീനങ്ങാടി ഇടവകയിലാണ് ഉള്ളത്. എൻ്റെ വീട്ടിൽ അപ്പനും അമ്മയാണുള്ളത്. അവർ ശരിക്കും കോളേജിലെ ഒരു സൂപ്രണ്ടായിട്ട് റിട്ടയർ ചെയ്ത അപ്പനാണ്. അമ്മ ഒരു പ്രൈമറി സ്കൂളിലെ ടീച്ചറാണ്. പിന്നെ എനിക്കൊരു സഹോദരിയാണ് ഉള്ളത്. അവൾ ഡോക്ടറായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യാണ്. എൻ്റെ പേര് നീമ. ഞാൻ തൃശ്ശൂർ കുരിയച്ചിറ ഇടവകയിലായിരുന്നു വളർന്നതൊക്കെ. അതിനുശേഷം ഞങ്ങൾ ഫാമിലി നിലമ്പൂർ വടപുറത്തേക്ക് താമസം മാറി. എൻ്റെ ഡാഡി ഡോക്ടർ തോമസ് സേവ്യർ നിലമ്പൂർ ESIയിൽ ഡോക്ടറായിരുന്നു. മമ്മി മേരി ഞങ്ങൾ തൃശ്ശൂർ ESIയിൽ നഴ്സായിട്ട് വർക്ക് ചെയ്തിരുന്നു. 2 പേരും റിട്ടയർഡ് ലൈഫ് ആണ്. പിന്നെ എനിക്കൊരു ചേച്ചിയാണുള്ളത്. ചേച്ചി ഡോക്ടറാണ്. ചേച്ചിയും ചേട്ടനും 2 മക്കളും അവർ US സെറ്റിൽഡാണ്. ഞാൻ സ്കൂളിങ്ങും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം എൻ്റെ ദേവഗിരിയിൽ തന്നെയാണ് ആദ്യം തുടക്കമേ ഉണ്ടായിരുന്നത്. അതിനുശേഷം ബിടെക് പഠനത്തിനായിട്ട് തിരുവനന്തപുരത്ത് പോയി. അതിന് ബിടെക് 4 കൊല്ലം അവിടെ പഠിച്ച് അതിനുശേഷം ജോലിക്കായിട്ട് ഡൽഹിയിലൊക്കെ പോയി. അതിനുശേഷമാണ് ഒരു 6-7 കൊല്ലങ്ങൾക്ക് ശേഷമാണ് ഒരു ഹയർ സ്റ്റഡീസിനായിട്ട് MTechന് വേണ്ടി പോകുന്നത്. ആ സമയത്താണ് ശരിക്കും പറഞ്ഞാൽ ഒരു ജീസസ് യൂത്ത് കൂട്ടായ്മയും അതിലേക്കൊക്കെ കടന്നു വരുന്നത്. അപ്പോൾ അതിലൂടെയാണ് ശരിക്കും പറഞ്ഞാൽ സഭയ്ക്കും സഭയുടെ ഓരോ കാര്യങ്ങളെക്കുറിച്ചൊക്കെ കുറച്ചും കൂടുതലായിട്ടൊക്കെ അറിയാനൊക്കെ സാധിച്ചത്. ശരിക്കും പറഞ്ഞാൽ ജീസസ് യൂത്തിൻ്റെ ആ ഒരു 6 പില്ലേഴ്സ് ഫോളോ ചെയ്യുന്നതിലൂടെയാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അങ്ങനെ ജീസസ് യൂത്തിലെ കോർ മെമ്പറായിരുന്നു. അതിൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്ന കാലഘട്ടത്തിലാണ്. ആ കാലഘട്ടത്തിലെ ഒരു വിവാഹത്തെക്കുറിച്ചൊക്കെ ഉള്ള അതിൻ്റെ പ്രായമായി. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളും അതോടുള്ള പ്രാർത്ഥനകളും എല്ലാം ഉണ്ടായിരുന്നു. എനിക്ക് ചെറുപ്പം തൊട്ടൊരു നല്ലൊരു കൂട്ട് വേണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടി ഈശോയോട് ഞാൻ ഇടയ്ക്ക് പറയാം, എനിക്ക് നല്ലൊരു കൂട്ട് തരണം എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അങ്ങനെ MTech പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ അങ്കിള് വഴിയാണ് ഒരു പ്രപ്പോസൽ വന്ന്. ആദ്യമായിട്ട് കാണുന്നത് ചേട്ടായിനെ തന്നെയായിരുന്നു. അങ്ങനെ കർത്താവ് എനിക്ക് നേരത്തെ ഒരുക്കി വെച്ച എൻ്റെ എനിക്ക് സപ്പോർട്ടായിട്ടുള്ള ആളെയാണ് എനിക്ക് കിട്ടിയത്. വിവാഹത്തെക്കുറിച്ച് ആലോചിച്ചെങ്കിലും വിവാഹം സമയം എന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു MTech കാലഘട്ടമായിരുന്നു. അപ്പോൾ അവിചാരിതമായിട്ട് ഒരു ദിവസം ഒരു ജീസസ് യൂത്തിൻ്റെ തന്നെ ഒരു പ്രോഗ്രാമിന് പണ്ട് എന്നെ സ്കൂളിൽ പഠിപ്പിച്ച ഒരു സാറ് വന്ന്, അപ്പോൾ സാർ ഇങ്ങനെ ഒരു പ്രപ്പോസലുമായിട്ട് വരികയും, അപ്പോൾ അങ്ങനെ ഒരു പ്രപ്പോസലിൽ നിന്നാണ് ഇപ്പോൾ ഇപ്പോഴത്തെ എൻ്റെ ജീവിത പങ്കാളിയിലേക്ക് എത്തുന്നത്. ഞാനങ്ങനെ ഫെബ്രുവരി 9 ഞങ്ങളുടെ വിവാഹം. ജോർജ് കാശാങ്കുളം അച്ഛൻ്റെ കാർമ്മികത്വത്തിലാണ് അന്ന് ദേവഗിരിയിൽ വെച്ച് വിവാഹം നടന്നത്. കുറേ നാളത്തെ പ്രാർത്ഥനയുടെയൊക്കെ ഒരു ഫലം എന്നുള്ള ഒരു നല്ലൊരു സുദിനമായിരുന്നു. ഞങ്ങളുടെ പഠനകാലത്താണ് ഞങ്ങളുടെ വിവാഹം നടന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ സുഹൃത്തുക്കളുടെ ഒപ്പമുള്ള ഒരു
കല്യാണം നല്ലൊരു രസകരമായിരുന്നു, ഇപ്പോഴും ഓർമ്മയിൽ നിലനിൽക്കുന്നുണ്ട്. അതിനുശേഷം ജീസസ് യൂത്തിലൂടെ ലഭിച്ച കുറേ ബോധ്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ, ദൈവം തരുന്ന കുഞ്ഞുങ്ങളെ സ്വീകരിക്കുക, അതിൻ്റെ പ്രാക്ടിക്കൽ ബുദ്ധിമുട്ട് അങ്ങനത്തെ ഒന്നും നമുക്കല്ല. പക്ഷേ ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടെന്നും ദൈവമാണ് കുഞ്ഞുങ്ങളെ തരുന്നത്, ദൈവത്തിൻ്റെ ദാനമാണ് മക്കൾ എന്നൊക്കെയുള്ള ഒരു ബോധ്യം ജീസസ് യൂത്തിലൂടെ ലഭിച്ച ഒരു ബോധ്യമാണ്. ആ ബോധ്യത്തിനോട് ചേർന്ന് നിൽക്കാൻ പറ്റിയ ഒരു ജീവിത പങ്കാളിയെ തന്നെ ദൈവം ഒരുക്കിയിരുന്നു. 9 മക്കളാണ് ശരിക്കും ഞങ്ങൾക്ക് ഉണ്ടാവേണ്ടിയിരുന്നത്. അതിൽ 2 മക്കൾ ഇപ്പോൾ ഭൂമിയിലില്ല, ഞങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ മധ്യസ്ഥം വഹിക്കുന്ന ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ബാക്കി 7 പേരാണ് ഞങ്ങളുടെ കൂടെ ഇപ്പം ഉള്ളത്. അപ്പം അതിന് ദൈവത്തിന് ഒത്തിരി നന്ദി പറയുന്നു. ഞങ്ങളുടെ മൂത്ത കുട്ടി 2014 ഏപ്രിൽ മാസത്തിൽ ആദ്യമായിട്ട് ക്യാരിങ് ആണെന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങൾ വളരെയധികം സന്തോഷത്തോടെ ഞങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങി ഞങ്ങൾക്ക് കിട്ടിയ കുട്ടിയായിരുന്നു. പക്ഷേ ഒരു 1.5 മാസമായപ്പോൾ അബോർഷനായി പോയി. അത് ഞങ്ങൾക്ക് വളരെയധികം വിഷമമുണ്ടാക്കിയൊരു കാര്യമായിരുന്നു. അതിനുശേഷം ഏകദേശം 1 വർഷത്തോളം അടുത്ത ആളെ കൺസീവ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞങ്ങൾക്കുണ്ടായൊരു തിരിച്ചറിവാണ്, നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്തൊന്നും അല്ല, ദൈവം ആഗ്രഹിക്കുന്ന സമയത്താണ് നമുക്ക് മക്കളെ ലഭിക്കാമെന്ന്. അപ്പോൾ അതുകൊണ്ട് ദൈവം തരുന്ന എത്ര മക്കളാണെങ്കിലും അവരെപ്പോൾ ദൈവം തരുന്നോ അന്നേരം സ്വീകരിക്കാനായിട്ട് ഞങ്ങൾ അന്ന് ഉറച്ച തീരുമാനം എടുത്തു. പിന്നെ 7ാമത്തെ കുട്ടിയും ഇതുപോലെ തന്നെ ഞങ്ങൾ ഒത്തിരി ആഗ്രഹിക്കുകയും ട്രീറ്റ്മെൻറ്റ് എടുക്കുകയൊക്കെ ചെയ്തിട്ടും ഞങ്ങൾക്ക് നഷ്ടമായി. ഇപ്പോൾ ഞങ്ങളുടെ കൂടെ ഉള്ളത് 7 പേരാണ്. മൂത്ത ആൾ എൽറോയ് ജോൺ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു, 10 വയസ്സ്. അവൻ്റെ കാര്യങ്ങളെല്ലാം വളരെ ചിട്ടയോടെ ഒരു നിശ്ചയദാർഢ്യത്തോടെ എല്ലാം ചെയ്യാനായിട്ട് ബാക്കി എല്ലാവരെയും നയിച്ചുകൊണ്ട് പോകാനുള്ള ഒരു വലിയേട്ടൻ തന്നെയാണ് ഞങ്ങളുടെ വീട്ടിൽ. അവനെ വയലിൻ പഠിക്കാനും കുറേശ്ശെ പാട്ടിനും എല്ലാം മിടുക്കനാണ്. 2ാമത്തെ ആള് ഡൊമിനിക് സേവിയർ. അവൻ്റെ നേച്ചർ വേറെ ഒരു നേച്ചറാണ്. അവന് കുറച്ചും കൂടി പ്ലസൻ്റായിട്ട് എല്ലാവരുമായിട്ട് ഡീൽ ചെയ്യാനൊക്കെ കുറച്ചും കൂടി അവനാണ്, ആ ഒരു മേഖലയാണ് അവന് കേപ്പബിൾ ആയിട്ടുള്ളത്. അവൻ നന്നായി പടമൊക്കെ വരയ്ക്കും, നല്ലൊരു ആർട്ടിസ്റ്റാണ്. 3ാമത്തെ ആൻ കാർമൽ. അവള് പെൺകുട്ടികളിലെ ഏറ്റവും മൂത്ത ആളാണ്. അവള് കണ്ടു വളർന്നത് ചേട്ടന്മാരെയാണ്. അപ്പോൾ ഒരു ആണുങ്ങളുടെ പോലെ ഒരു എടുത്തിയ എല്ലാം ഓടി നടക്കലൊക്കെയാണ്. എങ്കിലും അവൾക്ക് ഒത്തിരി അവളുടെ ഉള്ളിലുള്ളത് കുഞ്ഞുങ്ങളെ കുറച്ചും കൂടി കെയർ ചെയ്ത് ഒരു അമ്മത്വം ഉള്ള ഒരു മകളാണ് ആൻ കാർമൽ. പിന്നെ 4ാമത്തെ ആൾ ഐറിൻ മേരി. അവൾ ഭയങ്കര നിശ്ചയദാർഢ്യമുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ എല്ലാവരെയും സഹായിക്കാനും കണ്ടറിഞ്ഞെല്ലാം ചെയ്യാനായിട്ട് വളരെ സൈലൻ്റായിട്ട് ഇരുന്നുകൊണ്ട് എല്ലാം നന്നായി നോക്കിയും കണ്ട് ചെയ്ത് വരുന്ന ഒരാളാണ്. പിന്നെ 5ാമത്തെ ആൾ ഹെലൻ റോസ്. വീട്ടിലെ ശരിക്കും പറഞ്ഞാൽ ഹെലൻ റോസാണ് വീട്ടിലൊരു സൗണ്ട്. എപ്പോഴും വർത്തമാനത്തിൻ്റെ കാര്യങ്ങളും ആദ്യം തുടക്കത്തിലൊക്കെ ഞാനൊരു വക്കീലാക്കാമെന്നാണ് ഞാൻ തമാശ രൂപത്തിൽ പറയാറ്. കാരണം എല്ലാത്തിനും ഓരോ കാര്യത്തിനും കൃത്യമായിട്ട് വാദവും പ്രതിവാദവും ചെയ്യുന്നവരെല്ലാം അവിടെ തന്നെ ചെയ്ത് ചെറുപ്പത്തിൽ തന്നെ നല്ല ക്ലിയറായിട്ട് സംസാരിക്കാനൊക്കെ തുടങ്ങിയായിരുന്നു. പിന്നെ 6ാമത്തെ ആൾ ക്ലെയർ തെരേസ്. ഇപ്പോൾ 2.5 വയസ്സായിട്ടുള്ളൂ. അവൾ വളരെ കൃത്യനിഷ്ഠയുള്ള ആളാണ്. എല്ലാം കൃത്യമായിട്ട് ചെയ്യണം. എല്ലാവരുടെയും സാധനങ്ങളൊക്കെ എല്ലാം കൃത്യസ്ഥലത്ത് ഉണ്ടോയെന്ന് നോക്കും. സംസാരിക്കാനൊക്കെ ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളെങ്കിലും എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് നോക്കുന്ന ഒരു പ്രകൃതമാണ്. 7ാമത്തെ ആള് ലെക്സ് ഫ്രാൻസിസ്. അവൻ 1.5 വയസ്സായിട്ടുള്ളൂ. അവനാണ് എല്ലാവരെയും കൊണ്ട് നടക്കുന്ന ആൾ. കാരണം അവനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ഉള്ളത്. അവനെ കളിപ്പിക്കുക, അവനെ നോക്കുക, അതൊക്കെയാണ് ചേട്ടന്മാർ. അതിനു വേണ്ടി മത്സരമാണ് അവർ. ഈ മക്കളെയൊക്കെ തന്നതിന് ദൈവത്തിന് പ്രത്യേകം നന്ദി പറയാണ്. കാരണം അവരിലൂടെ ഞങ്ങളെയും ഒത്തിരി വളർത്തുന്നുണ്ട്. ഇതിലൊക്കെ അവരുടെ ഓരോ മേഖലകളിലൂടെ ഞങ്ങളും വളരേണ്ട മേഖലകളൊക്കെ ഞങ്ങൾക്ക് അവരുടെ ഓരോരോ കൊച്ചു ആക്ടിവിറ്റീസിലൂടെ നമുക്കും പല കാര്യങ്ങളും മനസ്സിലാക്കി തരുന്നതൊക്കെ ഓരോ ദിവസത്തെ ഇവരുടെ ആക്ടിവിറ്റികളിലൂടെയാണ്.
ഇനിയും പക്ഷേ ഞങ്ങൾക്ക് ദൈവം എത്ര മക്കളെ തന്നാലും സ്വീകരിക്കാൻ ഇനിയും ഞങ്ങൾ റെഡിയാണ്. ഞങ്ങൾക്ക് 7 മക്കളാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹം കൊണ്ട് 7 പേരും നോർമൽ ഡെലിവറി ആയിട്ടാണ് ഉണ്ടായത്. അപ്പോൾ അത് തന്നെ ഒരു വലിയ കാര്യമാണ് ഞങ്ങളെ സംബന്ധിച്ച്. പിന്നെ ഞങ്ങളുടെ മാതാപിതാക്കളിൽ നിന്നും ഞങ്ങൾക്ക് ഒരു നല്ലൊരു വിശ്വാസ ജീവിതത്തിൽ സഭയോട് ചേർന്ന് വളരുവാനൊക്കെയുള്ള ഒരു പ്ലാറ്റ്ഫോം അവർ ഞങ്ങൾക്ക് ഒരുക്കി തന്നിട്ട്, അതും ദൈവത്തിൻ്റെ ഒരു വലിയ കൃപ തന്നെയാണ്. അപ്പോൾ അവരിലൂടെ കിട്ടിയ ആ ചൈതന്യം തുടർന്ന് തലമുറകൾക്ക് കൊടുക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഉള്ളിലും അങ്ങനെ അത് നിലനിൽക്കുന്നുണ്ട്. അപ്പം അതിനെ കുഞ്ഞുങ്ങളെ ചെറുപ്പകാലം തൊട്ട് വിശുദ്ധ ബലിയോട് ചേർത്ത് വളർത്തുക എന്നുള്ള ഒരു കാര്യം ഞങ്ങൾ ആദ്യം തീരുമാനിച്ചതാണ്. ഓരോ കുഞ്ഞുങ്ങൾ ഉണ്ടായ ഡെലിവറീൻ്റെ ടൈമിൽ പോലും വേഗം തന്നെ അവർ മാമോദീസ മുക്കുവാനും അതോടൊപ്പം തന്നെ അതിൽ തുടർന്ന് തന്നെ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ കുഞ്ഞുനാൾ തൊട്ട് അവരെ കൊണ്ടുപോകുക എന്നുള്ളതൊക്കെ അതിനൊക്കെ പ്രത്യേകം ഞങ്ങളെ അതിന് ദൈവത്തോട് ചേർത്ത് നിർത്താനായിട്ട് ദൈവം ഈ കാലഘട്ടങ്ങളിലൊക്കെ സഹായിച്ചിട്ടുണ്ട്. കുടുംബമൊത്ത് വിശുദ്ധ കുർബാനയിൽ എന്നും പങ്കെടുക്കുക, അതേപോലെ കുഞ്ഞുങ്ങളെപ്പോഴും വിശുദ്ധ കുർബാനയോട് ചേർന്ന് തൊട്ട് മുൻപിൽ തന്നെ നിന്നുകൊണ്ട് കുർബാന കഴിയുന്നവർക്കൊക്കെ എന്ന് വായിക്കാൻ പറ്റുന്ന പ്രായമാകുമ്പോഴേക്കും അവർ മുൻപിൽ നിന്ന് തന്നെ അത് കുർബാനയിൽ പങ്കുകൊള്ളുക എന്നുള്ളതൊക്കെ ഞങ്ങൾ തന്നെ ഒരു തുടക്കം മുതലുള്ള ഒരു ഡിസിഷൻ തന്നെയാണ്. ഞങ്ങൾ വരുന്നു തിരുസവിധേ, നിന്റെ വൻകൃപകൾ ഞങ്ങൾ കരുളു അനുഗ്രഹിക്കൂ. നാദാ, നിന്റെ വൻകൃപകൾ ഞങ്ങൾ കരുളു അനുഗ്രഹിക്കൂ. കഴിയുന്നത്ര ദിവസം ഞങ്ങൾ വിശുദ്ധ കുർബാന മുടക്കാറില്ല. എല്ലാവരും ഒന്നിച്ച്, ചെറിയ 1.5 വയസ്സുള്ള കുഞ്ഞു തൊട്ട് ഞങ്ങളെല്ലാവരും ഒന്നിച്ചാണ് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത്. ഞങ്ങളുടെ വിവാഹ ജീവിതം തുടങ്ങുന്ന സമയത്ത് ഞങ്ങൾ 2 പേരും M.Tech ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന് ശേഷം ഞങ്ങൾ ടെമ്പററി ആയിട്ട് 2 പേരും ഓരോ കോളേജിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ മൂത്ത ആളെ ക്യാരിങ് ആവുന്ന സമയത്താണ് ചേട്ടായി NIT-യിൽ PhD-ക്ക് ജോയിൻ ചെയ്തത്. അടുത്ത ആൾ വരുമ്പോഴത്തേനും സ്റ്റൈപ്പൻഡ് പിന്നെയും കൂടി. പിന്നെ മൂന്നാമത്തെ ആൾ വരുന്നതിന് മുമ്പ് ചേട്ടായി പണ്ട് എഴുതിയൊരു PSC കിട്ടി. അങ്ങനെ സ്ഥിരമായിട്ടുള്ളൊരു ജോലിയിൽ പ്രവേശിച്ചു. പിന്നെ ഓരോ കാലഘട്ടത്തിലും ഓരോ മക്കൾ ഉണ്ടാവുന്നതനുസരിച്ച് ഞങ്ങൾ പോലും ശ്രദ്ധിക്കുന്നില്ലെങ്കിലും കർത്താവ് വേണ്ട സമയത്ത് സാലറി ഇങ്ങനെ കൂട്ടി കൊണ്ടുവരുന്നുണ്ടായിരുന്നു. ഞങ്ങൾ വയനാട്ടിലേക്കൊക്കെ എത്തിയപ്പോഴത്തേനും ജീവിത ചെലവുകൾ മുഴുവൻ കുറഞ്ഞു. അപ്പോൾ ഒരാളുടെ സാലറി ഉള്ളെങ്കിലും മനോഹരമായിട്ട് ജീവിച്ചു പോകാനുള്ള ഒരു സ്ഥിതി കർത്താവ് ഒരുക്കി തരുന്നുണ്ട്. 6ാമത്തെ ആൾ ക്യാരിങ് ആയപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ മുമ്പുണ്ടായിരുന്ന വണ്ടിയിൽ യാത്ര ചെയ്യാനൊക്കെ ദൂരയാത്രയിലൊക്കെ പോകാൻ ബുദ്ധിമുട്ട് വന്നു. ആ സമയത്ത് കർത്താവ് ഞങ്ങൾക്കൊരു 7 സീറ്റർ വണ്ടിയൊക്കെ തന്ന് അനുഗ്രഹിച്ചു. അതുപോലെ ഞങ്ങളുടെ ഓരോ ദിവസവും ഞങ്ങൾക്ക് യാതൊരു കുറവുകളും കൂടാതെ എന്തൊക്കെയാണോ വേണ്ടത് ഞങ്ങൾ ആലോചിക്കുന്നതിന് മുമ്പ് തന്നെ കർത്താവ് എല്ലാം ഒരുക്കി തരാറുണ്ട്. അവിടുന്ന് പറയുന്നുണ്ടല്ലോ, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ശരിക്കും പറഞ്ഞാൽ ഈ പലരും ചോദിക്കാറുണ്ട്, നിങ്ങൾ ഈ മക്കളെയൊക്കെ എങ്ങനെയാണ് രാവിലെ ഇത്ര നേരത്തെ കുർബാനയ്ക്ക് പോയി അതിനുശേഷം സ്കൂളിൽ എങ്ങനെയാണ് ഇതൊക്കെ 1-2 പേരുള്ളവർക്കൊക്കെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇത് ഞങ്ങൾ നോക്കുമ്പോൾ ഒരു കർത്താവിൻ്റെ ഒരു ശുശ്രൂഷ തന്നെയാണ്. കാരണം ഇത്ര പേരെ ഒരുക്കുക ഇതൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ അപ്പോൾ അതിന് ശരിക്കും നമുക്ക് ദൈവത്തിൻ്റെ ഒരു വലിയ കൃപ കൂടി വേണമെന്ന് തിരിച്ചറിയാം. അപ്പോൾ അതിനൊരു വ്യക്തിപരമായ ഒരു പ്രാർത്ഥന, വ്യക്തിപരമായി കർത്താവിൻ്റെ മുമ്പിൽ ഇരിക്കേണ്ട ആവശ്യകതയും വളരെ അനിവാര്യമാണ്. കാരണം കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, യേശു ക്രിസ്തുവിൻ്റെ കൃപാവരത്തിൽ നിന്ന് ശക്തി സ്വീകരിക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു കൃപാവരം സ്വീകരിക്കാനായിട്ട് പ്രത്യേകിച്ച് നിയമനെ സംബന്ധിച്ചാണെങ്കിൽ പകൽ ഇവിടെ ഉണ്ടാകും. അപ്പം ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിൽ 1 മണിക്കൂറോളം എന്നും കർത്താവിൻ്റെ മുമ്പിൽ ഇരിക്കുവാനും കുറച്ച് സമയം ശാന്തമായി ഇരിക്കാനൊക്കെ ഒരു വലിയ അനുഗ്രഹം കിട്ടുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം രാവിലെ
ആണ് എനിക്ക് കുറച്ചുകൂടി കംഫർട്ടായിട്ടുള്ള സമയം. എങ്കിലും അത് രാവിലെ അതിനുള്ള സൗകര്യം എനിക്ക് പ്രത്യേകം ഒരുക്കി തരാറുണ്ട്. കുഞ്ഞുങ്ങളെയൊക്കെ ആ സമയത്ത് ഹാൻഡിൽ ചെയ്ത് ഒരിക്കലും ഇങ്ങോട്ട് വരാത്ത രീതിയിൽ 1 മണിക്കൂർ വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കുവാനൊക്കെയുള്ള സൗകര്യം ഒരുക്കി തരുന്നത്. അത് ശരിക്കും നമുക്ക് മുന്നോട്ടുള്ള ആ ഒരു ഡേനെ കുറിച്ച്, ആ ഓരോ ദിവസത്തെക്കുറിച്ചും അതിൻ്റെ ക്ലേശം മതി എന്ന് തമ്പുരാൻ പറയുന്ന പോലെ ആ ദിവസത്തെ കാര്യങ്ങളെല്ലാം അത് സമർപ്പിച്ച് കഴിയുമ്പോൾ അന്നത്തെ ദിവസത്തെ കാര്യങ്ങളെല്ലാം തമ്പുരാൻ അതിൻ്റെതായ രീതിയിൽ മുൻകൂട്ടി എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് നമ്മൾ നന്ദി പറയേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. വേറെ എല്ലാ കാര്യങ്ങൾക്കും മുൻകൂട്ടി വേണമെങ്കിൽ നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ആ ദിവസം വളരെ ഭംഗിയായിട്ട് കടന്നു പോകുന്നതായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. ഇതിൽ മക്കളെല്ലാവരും സങ്കീർത്തനങ്ങളെ പഠിക്കും. അതുപോലെ നന്മ നിറഞ്ഞ മറിയമ്മേ പ്രാർത്ഥന പല ഭാഷകളിൽ പഠിക്കുകയും ചൊല്ലി. അപ്പോൾ വൈകുന്നേരം ഞങ്ങൾ കുരിശ് വരയ്ക്കുമ്പോൾ അവരുടേതായ രീതിയിൽ അവർക്ക് അറിയുന്ന എല്ലാ പ്രാർത്ഥനകളും അവർ തന്നെ ജപമാല ലീഡ് ചെയ്യും, വചനം വായിക്കുകയും. അങ്ങനെ ഞങ്ങളെ മക്കളും കൂടി ചേർന്ന് മനോഹരമായ രീതിയിൽ ഞങ്ങൾക്ക് കുരിശ് വരയ്ക്കാനൊക്കെ ഉള്ളൊരു അവസരവും കൂടെ ഉണ്ട്. ഞങ്ങളുടെ 7 മക്കളെയും ഒരേ ഡോക്ടർ തന്നെയാണ് അടുത്ത ഡോക്ടർ മിനു ജസ്റ്റിൻ. ഞങ്ങൾക്ക് വേണ്ടി ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്ത് തന്ന ഡോക്ടറാണ്. ഞങ്ങളുടെ മൂത്ത 2 ആൺകുട്ടികളും 2 പെൺകുട്ടികളും കഴിഞ്ഞ് 5ാമത്തെ ആൾക്ക് ഞങ്ങൾ ഡോക്ടറുടെ പേരാണ് ഇട്ടത്, ഹെലൻ റോസ്. ഡോക്ടർ മാമോദീസ പേരാണ് ഹെലൻ എന്ന്. ഓരോ ഡെലിവറിയുടെ സമയത്തും മാതാവിനോട് പ്രാർത്ഥിക്കാൻ പറയുക, എത്രയും ദയുള്ള മാതാവെ ചൊല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞ് ദൈവത്തിൽ ആശ്രയിച്ച് നമ്മളെയും ആ സമയത്ത് പ്രാർത്ഥനയിൽ കൊണ്ടുവന്ന ഒരു പ്രത്യേക ഒരു അനുഗ്രഹമാണ് ഡോക്ടറിലൂടെ എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഡെലിവറീൻ്റെ സമയത്തൊക്കെ ആണെങ്കിലും ആ റൂമിലെ ശാലോം TV തന്നെയാണ് വെപ്പിച്ച് ആ ഡോക്ടർ പ്രത്യേകം ഒരുക്കുന്നതൊക്കെ. കാരണം 1-2 തവണയൊക്കെ എനിക്ക് കയറാൻ അവസരം കിട്ടിയതാണ്. അപ്പം ആ സമയത്തെല്ലാം അവിടെ ശാലോം TVയിൽ ഒരു പ്രാർത്ഥനയുടെ ചൈതന്യത്തിൽ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കാനൊക്കെ ഡോക്ടർ പ്രത്യേകം ശ്രദ്ധിക്കാറൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് 7 മക്കളായിട്ടൊക്കെ ഞങ്ങളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ പല വിധത്തിലും എന്താ പറയുക, പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടുള്ള റെസ്പോൺസുകളൊക്കെ പലപ്പോഴും അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. നെഗറ്റീവായിട്ടുള്ള ചിലപ്പം പ്രത്യേകിച്ച് ഞങ്ങളെ ജോലി മേഖലകളിലും അതുപോലെ തന്നെ ഞാൻ പഠന മേഖലകളിലായിരുന്ന കാലഘട്ടങ്ങളിലും അതുപോലെ നീമയ്ക്കാണേലും പല സ്ഥലങ്ങളിൽ പോകുമ്പോഴും എല്ലാം ചില ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ട്. പല നെഗറ്റീവ് കമൻസുകളൊക്കെ വന്നാലും ആദ്യമൊക്കെ ഒരു വിഷമം ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അത് അവരുടേതായ ഒരു ബോധ്യത്തിൽ നിന്നായിരിക്കും അത് അവർ പറയുന്നതെന്ന് മനസ്സിലാക്കുവാനും പിന്നെ അത് ദൈവത്തിന് മുമ്പിൽ തന്നെ സമർപ്പിച്ച് നമ്മൾ ഹീൽ ആവാനൊക്കെ പ്രത്യേകം പിന്നെ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. ഇങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതെല്ലാം കർത്താവ് അനുവദിക്കുന്നതാണെന്ന് മനസ്സിലാക്കി അത് കർത്താവിൽ നിന്ന് സ്വീകരിക്കുമ്പോൾ ഞങ്ങൾക്കത് മുന്നോട്ട് പോകാനുള്ള ഒരു കൃപയും കൂടെ കർത്താവ് തരുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യത്തെ മോനെ തൊട്ട് ഇവരെല്ലാവരും ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് അത് കൂടുതൽ ഒരു സഹായം അനുഗ്രഹം തന്നെയായിരുന്നു. അവരെല്ലാം അവരുടെ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യാനായിട്ടും താഴെ ചെറിയ ആൾക്കാരെയൊക്കെ അവർ ഹെൽപ്പ് ചെയ്യുന്നു, അവർ തന്നെ റെഡി ആവുന്നു. അപ്പോൾ നമ്മുടെ വീട്ടിലാണെങ്കിലും ഇവിടെയുള്ള ജോലികളെല്ലാം അവരുടെ പ്രായത്തിനനുസരിച്ച് അവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവരതെല്ലാം ഭംഗിയായിട്ട് ചെയ്യും. ഇപ്പോൾ എനിക്ക് വയ്യാതെ ഇരുന്ന ഒരു കാലഘട്ടത്തിൽ പോലും ഇവിടെ വേറെ ഒരാളും സഹായത്തിന് ആവശ്യം വന്നിട്ടില്ല. ഇവരെല്ലാവരും കൂടെ തന്നെ അതെല്ലാം മാനേജ് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് എല്ലാം പെർഫെക്റ്റ് ആണെന്ന് പറയുന്നില്ലെങ്കിലും ഞങ്ങളെ സംബന്ധിച്ച് ഇവരെല്ലാവരും കൂടെ ഞങ്ങൾ വീട് എല്ലാ കാര്യങ്ങളും ഒന്നിച്ച് ചെയ്യാനായിട്ട് മാനേജ് ചെയ്ത് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു കൊച്ചിടവകയാണെങ്കിലും അവരിൽ ഓരോ ആൾക്കാരും കുഞ്ഞുങ്ങളെയൊക്കെ വളരെ കാര്യത്തോടു കൂടിയാണ് പ്രത്യേകിച്ച് ഇടവകയിലെ സിസ്റ്റേഴ്സിൽ നിന്നും അച്ഛന്മാരിൽ നിന്നും എല്ലാം ലഭിക്കുന്നത്. പ്രത്യേകിച്ച് അടുത്ത് നീമയ്ക്ക് ഒരു ചെറിയൊരു സർജറി ആയിട്ട് ബന്ധപ്പെട്ട് ആയ സമയത്ത് കുഞ്ഞുങ്ങളെ 4 പിള്ളേരെ
ഒരു ഫാമിലി, ഞങ്ങളുടെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്ന് ഞങ്ങൾ പരിചയപ്പെട്ട ഫാമിലിയാണെങ്കിലും ഇപ്പോൾ സ്വന്തക്കാരെ പോലെ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാമിലി. അവർ ഞങ്ങളെ 4 കുഞ്ഞുങ്ങളെയും 3-4 ദിവസം യാതൊരു മടിയും കൂടാതെ അവർക്ക് വേണ്ടതും അവരെ കാറ്റഗിസത്തിന് വിടാനും നിരന്തരം ഡെയിലി പള്ളിയിൽ പോകുന്ന ആയതുകൊണ്ട് അവർ രാവിലെ തന്നെ എഴുന്നേറ്റ് പള്ളി കൊണ്ടുപോകാനും ഒക്കെ അവരൊരു എക്സ്ട്രാ എഫേർട്ട് എടുത്ത് കുഞ്ഞുങ്ങളെ ഇതിൽ ചെയ്തു. അതൊക്കെ ദൈവത്തിന് അവർക്കും പ്രത്യേകം നന്ദി പറയുന്ന തോന്നിയ നിമിഷങ്ങളാണ് അതെല്ലാം. 7 മക്കളുണ്ടെങ്കിലും അവർ നമുക്ക് ഒത്തിരി അവരുമായിട്ട് ഇടപഴകുമ്പോൾ നമുക്ക് ഒത്തിരി സ്ട്രെസ് റിലീവിങ് പോലെ മേഖലകളിലൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളോടൊത്ത് നമ്മൾ യാത്രയാണ് ഞങ്ങളെ സംബന്ധിച്ച് കൂടുതലും എല്ലായിടത്തും പോകുമ്പോൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്ന കഴിവതും അങ്ങനെ തന്നെയാണ്. കുഞ്ഞുനാൾ തൊട്ട് എല്ലാവരെയും കൊണ്ടാണ് യാത്ര ചെയ്യുക. അപ്പം അതൊരു പക്ഷേ എല്ലാവരും ചോദിക്കും ഭയങ്കര ബുദ്ധിമുട്ടല്ലേ എന്ന് ചോദിച്ചാലും അത് ബുദ്ധിമുട്ട് ഇല്ലാതില്ല. എങ്കിലും യാത്രകളിലൂടെ കൂടുതലായിട്ട് അവരുമായിട്ട് സംസാരിക്കാനും അതേപോലെ അവരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. യാത്രകളിൽ കുറേ കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് യാത്രകളിൽ പറ്റാറുണ്ട്. പിന്നെ മറ്റ് ഹോട്ടലുകളിലൊക്കെ ആണെങ്കിലും പോകുമ്പോൾ ഒരുമിച്ച് തന്നെ പോകാനും ചെറിയ ചെറിയ കരച്ചിൽ വഴക്ക് ഇതൊക്കെ ഉണ്ടാവും. എങ്കിലും അങ്ങനെ അവർ ശീലിക്കാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ അവരെങ്ങനെയാണ് ഒരു പൊതുവായ സ്ഥലങ്ങളിൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടതെന്നും മനസ്സിലാവണമെങ്കിൽ പോയി തന്നെ പഠിക്കാൻ വേണ്ടി കുഞ്ഞുങ്ങളെ എങ്ങനെ ഡീൽ ചെയ്യണമെന്നും ഒക്കെ പഠിക്കാൻ ചെറിയ ആൾക്കാർക്കും വലിയ ആൾക്കാർക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മനസ്സിലാക്കാനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് യാത്രകൾ അങ്ങനെ ക്രമീകരിക്കാറുണ്ട്. അപ്പം ഈ സമയങ്ങളിലെല്ലാം പല വിധത്തിലുള്ള സന്തോഷങ്ങളും ഒക്കെ ഉണ്ട്. പ്രത്യേകിച്ച് മന്ത്ലി ഞങ്ങളായിട്ടുള്ള ഒരു റെസൊല്യൂഷനാണ് എന്ന് ഒരു ഫാമിലി ടൈം കണ്ടെത്തുക എന്നുള്ളത് ഞങ്ങളൊരു തീരുമാനം. അപ്പോൾ ഫാമിലി ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഏതെങ്കിലും ഒരു സ്പോട്ട് കണ്ടെത്തും. ആ സ്പോട്ടിലേക്ക് എല്ലാ മാസവും പല സ്പോട്ടുകൾ ഒരെണ്ണം കണ്ടു. അപ്പോൾ പിള്ളേർ ചോദിക്കും ഈ മാസത്തെ സ്പോട്ട് എവിടെയാണ് നമ്മളോട് ചോദിക്കും. അപ്പോൾ അത് അവർക്ക് ഫാമിലി ടൈം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് അവർക്ക് ഐസ്ക്രീം മേടിച്ചു അങ്ങനെ എന്തെങ്കിലുമൊക്കെ നേരത്തെ പ്ലാൻ ഞങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് അവർക്ക് അവിടെ ചെല്ലുമ്പോൾ കിട്ടും. അപ്പോൾ അതിനു വേണ്ടി നമ്മളൊരു ബഡ്ജറ്റ് അതിനു വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതൊരു ക്വാളിറ്റി ടൈം എന്ന നിലയ്ക്ക് മക്കളുമായിട്ട് ചിലവഴിക്കാനായിട്ട്. അപ്പോൾ അത് മന്ത്ലി ഒരു ക്വാളിറ്റി ടൈം. ചേട്ടായാണെങ്കിൽ കോളേജിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അവരുടെ കൂടെ കുറേ സമയം കളിക്കാനും എല്ലാ സമയം കണ്ടെത്താറുണ്ട്. അതിനൊരു പ്രത്യേക കഴിവാണ് അവരെ കണ്ടറിഞ്ഞ് നോക്കാനായിട്ടും അവരുടെ കൂടെ കളിക്കാനും ചിരിക്കാനും. എന്നെക്കാളും കൂടുതൽ ചേട്ടായാണ് അവരോട് അടുത്തിരിക്കുന്നത്. ഞങ്ങളുടെ ചെറിയ മോൻ അമ്മയെന്ന് വിളിക്കുന്നത് ചേട്ടായിനാണ്. പിന്നെ ഇവരുടെ ഒരാഗ്രഹം അനുസരിച്ച് ഞങ്ങളിങ്ങനെ വീട്ടിൽ തന്നെ ക്രിസ്മസ് ഫ്രണ്ടിനെയൊക്കെ എടുത്ത് ചെറിയ ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ഒക്കെ നടത്തുക. അങ്ങനത്തെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ ഞങ്ങളെ വീട്ടിൽ തന്നെ ഉണ്ട്. പിന്നെ വൈകുന്നേരങ്ങളിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ ഇവരെ പുറത്തിറക്കാനും കുറച്ച് മണ്ണിനോടൊക്കെ ഒന്ന് ഒരു സൗഹൃദം, മണ്ണുമായിട്ടും ഒരു ബന്ധം വരണമല്ലോ. അപ്പോൾ കുഞ്ഞുങ്ങളെ അവരെ ഫ്രീ ആയിട്ട് കുറച്ച് കൈക്കോട്ടും സാധനങ്ങളൊക്കെ മേടിച്ച് അവിടെ പുറത്ത് വെച്ചിട്ടുണ്ട്. അവരവിടെ ഇവിടെയൊക്കെ കൊത്തുകയും അല്ലെങ്കിൽ കിളയ്ക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പോൾ മണ്ണി കളിക്കാനൊക്കെ ഈ പ്രായത്തിൽ കുറച്ച് മണ്ണി കളിക്കുകയോ കൂടി ചെയ്യണമെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ. അപ്പോൾ അത് കഴിഞ്ഞ് അവർ വൈകുന്നേരം അപ്പോൾ അത് അവർക്കൊരു റിലാക്സേഷനും ഉണ്ടാവുന്നുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം അവരെ ഫ്രീ ആയിട്ട് മണ്ണിൽ ഇറക്കി വിടുമ്പോൾ അതിൽ നിന്ന് അവർക്കൊരു ഹീലിംഗ്, പല മേഖലകളിൽ നേച്ചർ ഹീലിംഗ് കിട്ടുന്നുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ കാലഘട്ടത്തിലേക്ക് ഞങ്ങൾ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ഈ കാലഘട്ടം വരെ നോക്കുകയാണെങ്കിൽ ദൈവം ഒത്തിരി കാര്യങ്ങളിൽ വഴി നടത്തിയതായിട്ട് കാണാൻ പറ്റും. ഓരോ മേഖലകളിലും ഒത്തിരി അപ്പ് ആൻഡ് ഡൗൺസ് ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിലും തമ്പുരാനോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ പോകാനായിട്ട് തമ്പുരാനാണ് ആകർഷിക്കാൻ. ദൈവം ആകർഷിച്ചാലേ നമുക്ക് അവിടത്തേക്ക് ചേർന്ന് നിൽക്കാൻ പറ്റുള്ളൂ. പക്ഷേ തമ്പുരാൻ ആ ഒരു വലിയ കരുണ കാണിച്ചിട്ടുണ്ടെന്ന് ഞങ്ങളെ ചെന്നും ചേർത്ത് നിർത്താൻ. സങ്കടങ്ങളിലൊക്കെ വരുമ്പോഴും ഉടനെ തന്നെ മറ്റ് പലരിലൂടെയാണേലും അതിന് പറ്റിയ ആൾക്കാരെ അതിൻ്റെ തക്ക സമയത്ത് കൊണ്ടുവന്ന് വീണ്ടും തമ്പുരാനോട് തന്നെ ചേർത്ത് നിർത്താനുള്ള ആ ഒരു വലിയൊരു സ്നേഹം തമ്പുരാൻ കാണിച്ചതിനൊക്കെ ഒത്തിരി പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു. അപ്പം തമ്പുരാൻ്റെ ഒരു വചനം ഓർക്കാണ്,
ദൈവത്തിൻ്റെ കരവേലയാണ് നിങ്ങൾ. ദൈവം ചെയ്യാൻ വേണ്ടി മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവൃത്തികൾ ചെയ്യാൻ യേശുക്രിസ്തു സൃഷ്ടിക്കപ്പെട്ടവരാണ്. അപ്പോൾ തമ്പുരാൻ ഞങ്ങളെ അനാദിയിലെ ഞങ്ങളെ രണ്ടുപേരെയും പേരെഴുതി ഒരുക്കിയതാണെന്നും പിന്നെ ആ ഒരു സത്യദൈവത്തെ വിശ്വാസം ഞങ്ങൾക്ക് പകർന്നു തന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്കും അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു കുടുംബജീവിതത്തിലേക്ക് വ്യത്യസ്ത സ്ഥലത്തിൽ നിന്ന് ഞങ്ങളെ ഒരുമിച്ചിരുത്തിയതിനും അതുപോലെ തന്നെ അതിൽ നിന്നും തമ്പുരാൻ ആഗ്രഹിക്കുന്ന മക്കൾക്ക് ജന്മം കൊടുക്കുവാനൊക്കെ ഞങ്ങളെ ഒരുക്കിയതിനും തമ്പുരാനെ ആ മക്കളെയൊക്കെ വളർത്തി അവരെ പരിപാലിക്കുവാനൊക്കെ ഈ കാലഘട്ടങ്ങളൊക്കെ ഞങ്ങളെ കൊണ്ടുപോയ വഴികളും അതുപോലെ തന്നെ ഞങ്ങളെ അതിനെ സഹായിക്കാനായിട്ട് ഒത്തിരി ഫാമിലീസിനെയും ഒത്തിരി സന്യസ്തരെയും എല്ലാം തമ്പുരാൻ ഈ കാലഘട്ടങ്ങളിലെല്ലാം അതിൻ്റെ തക്ക സമയത്ത് ഒരുക്കി. ഇതിനെല്ലാത്തിനും തമ്പുരാനെ ഒത്തിരി നന്ദി.